ഹായ് ഓൾ, ഭ്രമയുഗം. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. തിയേറ്ററിൽ സിനിമ വരെയും വലിയ രീതിയിൽ ഞെട്ടിക്കും ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോ സോണി സോണി ലൈവ് അല്ലെ, എന്തായാലും അതില് OTT സംഗതി വന്നു കഴിഞ്ഞപ്പോ അന്ന് കാണാതെ ഇതിനെ കുറെ കുറ്റം പറഞ്ഞ മഹാന്മാരുണ്ട്. എന്നാൽ ഇപ്പൊ OTT കണ്ടപ്പോഴും ആ കണ്ണങ്ങൾ വിജൃംഭിച്ച് ഞെട്ടിയിരിക്കുകയാണ്. ഇതിലെ മമ്മൂക്കയുടെ ഒരു ഇൻട്രോ സീൻ ഉണ്ട്. ആ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാനന്ന് റിവ്യൂ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സംഗതിയാണ്, ഇതിലൊരു ചിക്കൻ കാല് കഴിക്കുന്ന ഒരു പരിപാടി ശരിക്കും ചാത്തൻ ഇരുന്ന് കഴിക്കുക നമുക്ക് തോന്നുന്ന രീതിയിലൊരു സംഭവമുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് സംഗതികൾ ഈ സീനിന്റെ റിയാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ റിയാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ PK ട്രോളില് അത് ഒരു 6 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇൻട്രോയും പുള്ളി ആ ചിക്കൻ കഴിക്കുന്നതും അങ്ങനത്തെ 2-3 സീനുകൾ കാണിക്കുന്നുണ്ട്. സോ അത് നമ്മളൊന്ന് കണ്ടിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് നമ്മളിപ്പം മേടിക്കുന്നത് നല്ല രീതിയല്ല. കാരണം നോമ്പൊക്കെയാണ്, വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അമ്മാതിരി വെയിലാണ്. കഷ്ടപ്പെട്ട് നമ്മുടെ സഹോദരന്മാരെല്ലാം നോമ്പ് നോക്കുകയും അതേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ യൂട്യൂബ് എടുത്ത് ഇങ്ങനെ വെച്ചിരുന്ന് വീഡിയോ കാണാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് കോപ്പിറൈറ്റ് മേടിക്കുന്നത് ബുദ്ധിയല്ല. സോ PK ട്രോളിന്റെ വീഡിയോ അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അറിയാലോ, കാണുന്ന ആളുകൾക്ക് സംഗതി മനസ്സിലാവും. ആൻഡ് അതിന്റെ റിയാക്ഷൻസ് ഒക്കെ എക്സാക്ട് ടൈമിൽ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. കിടുതൻ സീനാണ്. കണ്ടിട്ട് വരാം. ഓക്കെ, റെഡി. പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതല്ല, അവർ ചിന്തിക്കാത്തതിനും അപ്പുറം സിനിമകൾ ചെയ്യുന്ന തേച്ചുമിനിക്കിയ അഭിനയത്തോടുള്ള അടങ്ങാത്ത ആർത്തിയുമായി കഥാപാത്രങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിലേക്ക് മാറിയ നടനു വേണ്ടി സിനിമ തന്നെ ഇന്ന് മാറും. ഓരോ ജനറേഷനിലും പുതിയ ചിന്തകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നവൻ അവനെയാണ് ടോർച്ച് ബെയറർ എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത് മനസ്സിലായ ബാലറെഡ്ഡി? 2024 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണാനായി ആളുകൾ ടിക്കറ്റ് എടുക്കുന്നു. ആ ചിത്രത്തിലെ നായകന്റെ പേര് ഇത് ചരിത്രത്തിൽ സിനിമ എന്നാൽ മമ്മൂട്ടി കൂടി ആയിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന നിമിഷം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഈ സിനിമയില് ഈ കഥാപാത്രങ്ങള് നല്ല ആക്ടേഴ്സ് ആരൊക്കെ തന്നെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇതേ ക്വാളിറ്റി തന്നെ പുലർത്തും. പക്ഷേ മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയെ വേറെ ലെവല് വേറെ 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 മാതിരി ആക്കുന്നത് ഒറ്റ പേരാണ് മമ്മൂട്ടി. എന്താ വിശ്വാസമാവണില്ലേ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. വരിക. ഇൻട്രോ. ഒരു വരവായിരുന്നു ആ ഒരു നടത്തവും. അതൊരു വേറെ ഫീലാണ്. അദ്ദേഹം ആ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എടുത്ത് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോർഡിനറി ആൻഡ് അൺപ്രസിഡന്റഡ്. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് എന്നെ സംഭവിച്ചത്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് രോമാഞ്ചുണ്ടായി. അയാള് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് അത് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ശരിക്കും ഇതാണ് സീൻ. പെട്ടെന്ന് നമ്മൾ ചുറ്റും നോക്കിയപ്പോ മുഖർ തിരിച്ച് വല്ലാത്തൊരു നോട്ടം. എന്റെ അമ്മോ, ഒരു സൈസ് സാധനം. നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു നല്ലൊരു നടനെ അതിന്റെ പ്യുവർ എക്സാമ്പിൾ ആണ് ഈ സിനിമ. രാഹുൽ സദാശിവൻ മോനെ. ഈ സിനിമയിൽ കൊടുമൺ പോറ്റിയായിട്ട് അദ്ദേഹം ഒരു കറക്റ്റ് ഒരു നമ്പൂതിരി സംസാരിക്കുന്ന ആ സ്ലാങ്ങിൽ വളരെ ചെറിയ മൈന്യൂട്ട് ഡയലോഗ്സ് പോലും അദ്ദേഹം അങ്ങനെയാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാവില്ല, കർമ്മം കൊണ്ടാ. കൊടുമൺ പോറ്റി ഒരു കാര്യം പറഞ്ഞാൽ അതാരും അനുസരിക്കാതിരുന്നിട്ടില്ല. കാലം എന്തൊരരസികന, വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടളി തന്നെയാ നല്ലത്. അടിപൊളി. എങ്ങനെ ചെയ്തു? ഇറ്റ്സ് നത്തിങ് ബട്ട് പ്രാക്ടീസ്. അൺപ്രസിഡന്റഡ് എന്ന് പറഞ്ഞ വാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആണ് മമ്മൂക്ക.
ഓ ഈ സീന് കുടിച്ചോളൂ, വയറ് നിറച്ചു കുടിച്ചോളൂ. എല്ലാം ഭഗവാന്റെ കൃപ. കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി. അപ്പോ ഒരു നോട്ട നോക്കുന്ന ശരിക്കും എന്റെ അമ്മ മുഖണം മാറും പെട്ടെന്ന്. ഒക്കെ തന്നത് ഞാനല്ലേ, പിന്നെന്തിനാ ദൈവത്തിന് നന്ദി പറയണേ? മോനെ ഞാൻ കൈയടിച്ചിട്ട് ആളെ ചത്ത് തിയേറ്ററിൽ ഇവിടെ വേണ്ടില്ല, വേറെ കൊടുത്ത സീന്റെ താൻ എന്താ ഉദ്ദേശിച്ചേ പറയാ, കേൾക്കാലോ. ദൈവമല്ല എന്നോട് എത്തിച്ചേ, അല്ലെങ്കിൽ ഞാൻ ആ കാട്ടിക്കിടന്ന് വിധിയാ തന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചേ, ദൈവല്ല. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. അതുകൂടാതെ അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്, ഇതിലൊരു ചിക്കൻ പീസ് കഴിക്കുന്നുണ്ട്. എന്നാ ഒരു തീറ്റയായിരുന്നു അറിയാം. അത് കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മുഴുവൻ ആ ഒരു ചിക്കൻ പീസ് കഴിക്കുന്നതിനകത്തുണ്ട്. ഇതല്ല കേട്ടോ, ഈ ഫീലല്ല ഇവിടെ വരിക. ഓ ഒരിക്കലും ഫെയിൽ കേട്ടോ, പൊതിയല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് സീൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ? എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നോട്ടബിൾ ക്യാരക്ടേഴ്സിൽ ഒന്നായിട്ട് ഇത് എക്കാലം ഓർമ്മിക്കപ്പെടും. 100% ഞാൻ യോജിക്കുന്നു. ഞാനും അദ്ദേഹത്തെ ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. എപ്പിറ്റമി ഓഫ് ആക്ടിങ്. മമ്മൂക്കയുടെ ഇപ്പോഴത്തെ നിലവിലെ ഒരു യാത്രയിൽ പലതരം കഥകൾ കേട്ട് കഥാപാത്രങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നതും ചെയ്യാന്ന് പറയാൻ പറ്റാത്ത ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതെനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? ഒരു നടൻ എന്ന നിലയിൽ ഈ എഴുത്തുകാരെയും ഈ സംവിധായകരെയും ഈ ആൾക്കാരെയൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു നിർബന്ധ ബുദ്ധികളും ഇപ്പൊ ഇല്ല. ഇപ്പൊ നമ്മള് സയൻസ് ഫിക്ഷൻ പോയി പറഞ്ഞാലും ആ ജോണറിൽ അത് നന്നായിരിക്കണം. ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. ഇന്ത്യാവിൻ മാപ്പെരും നടികർ, വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ മമ്മൂട്ടി. അല്ലാണ്ട് എന്താണ് ഇതിന് പറയുക? ഇതില് മിഥുൻ മാനുവൽ പറയുന്ന ഒരു കാര്യം, അത് ഇപ്പൊ പുള്ളിക്കാരന് ഒരു തരത്തിലുള്ള സംഭവങ്ങൾ ഇന്നതേ പറ്റൂ അങ്ങനെയൊന്നുമില്ല, എന്ത് വേണം കൊണ്ടുവരില്ല. ഈ പറഞ്ഞ പോലെ സയൻസ് ഫിക്ഷൻ ചെന്നാലും ആ ജോണറിൽ നന്നായിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറിയത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമുക്കത് പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇനി എന്താണ് മമ്മൂട്ടി ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ടർബോയും ബസ്സൊക്കെ വരുമ്പോഴും അത് തന്നെയാണ്. അതിലെന്താണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത്? അതിലെന്ത് ഡിഫറെന്റ് ആണ് പുള്ളി ചെയ്യാൻ പോകുന്നത്? ഇത് മാത്രമാണ് നമ്മളെ എന്താ പറയുക ഇങ്ങനെ ഹോണ്ട് ചെയ്യണത്. അല്ലെങ്കിൽ ആ ഒരു ത്വര, അത് അറിയാനുള്ള ഒരു ത്വര മാത്രമാണ് നമുക്കുള്ളത്. ആൻഡ് ഇതിൽ ആ ചിക്കൻ കഴിക്കുമ്പോൾ കൊടുത്ത ആ ഒരു സംഭവത്തിനോട് ചെറിയൊരു സംഭവം, അതായത് അതിൽ ആ ചിക്കൻ കഴിക്കുന്ന സീൻ കാണുമ്പോൾ അവിടെ ഹരിശ്രീ അശോകന്റെ ഇന്ദ്രൻസിന്റെയാണ് തോന്നുന്നത്. അങ്ങനെ കൊതി മൂത്തിട്ട് കൊതി വിട്ടിരിക്കാന്ന് പറയില്ലേ, ആ സംഭവം അല്ല കേട്ടോ. അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് എക്സാക്ട്ലി അത് എന്താണ് ഇയാൾ ചെയ്യണത് എന്നുള്ള ഒരു വല്ലാത്തൊരു സംഭവം. അയാളുടെ ഉള്ളിലേക്ക് ആ ഒരു ചാത്തൻ പ്രവേശിച്ചിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അത്തരത്തിലെ രാക്ഷസന്മാരൊക്കെ തിന്നണ പോലത്തെ ഒരു സാധനവും ഇങ്ങനെ കടിച്ചെടുത്തതിനു ശേഷം ഇങ്ങനെ ചവക്കണ സാധനമൊക്കെ ഉണ്ട്. കുറച്ചിങ്ങനെ ഇവിടെയൊക്കെ നിന്നിട്ടത് അത് കഴിഞ്ഞ് തിന്നു കഴിഞ്ഞിട്ട് ആ പാത്രം കേട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യണതും അത് ഭയങ്കര സംഭവമാണ്. അത് ആ സമയത്ത് ആ തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഫീല് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം മൊത്തത്തിൽ ഈ ഒരു പടം ഇങ്ങനെ ഒരേ ഒഴുക്കാണല്ലോ. അത് ഒഴുകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത നദി എന്ന് പറഞ്ഞാൽ അടിയൊഴുക്ക് ഉണ്ടാവാം, ചില കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പതിയെ ഒഴുകുന്ന ചില നദിയൊക്കെ ഉണ്ടാവില്ല. അത്തരത്തിൽ ഇങ്ങനെ മെല്ലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. അതിൽ ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെ പുള്ളി പറയുന്ന ഓരോ ഡയലോഗും ഓരോ എക്സ്പ്രഷനും പുള്ളിനെ കാണിക്കുന്ന ഓരോ സംഭവങ്ങളും ആ സമയത്തുള്ള BGM-ഉം എല്ലാം കൂടി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന സംഭവമാണ്. അതിലുള്ള അർജുൻ അശോകനാണെങ്കിലും സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും വളരെ നാച്ചുറൽ ആയിട്ട് അവരും ചെയ്യുന്നു. ഈ 3 കഥാപാത്രങ്ങൾ അത്ര സ്ലോ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് പോലും നമ്മളിങ്ങനെ ഉള്ളിൽ എന്തോ ഒരു സാധനം നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പേടിയെന്നല്ല, അതിനപ്പുറത്തേക്ക് വേറെന്തോ ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഈ കാണിക്കുന്നത്, എന്താ ഈ സംഭവം എന്ന്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു സീനൊക്കെ വരുന്നത്, ഈ ചിക്കൻ കഴിക്കുന്ന പോലത്തെ സീനൊക്കെ വരുന്നത്. അതുപോലെ ഏറ്റവും എൻഡിലുള്ള ഒരു സീനുണ്ട്, നിന്റെ തലയിൽ ഇടിത്തീ വീഴുന്ന് നമുക്ക് പറയുന്ന സാധനം. അതൊക്കെ ഭയങ്കരമാണ്. അത് ചാത്തൻ പറയാണ്, നിന്റെ തലയിൽ ഇടിത്തീ വീഴുന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചിട്ടാ പറയുന്നത്. അത് ആ സീൻ അടിപൊളി സീൻ. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഹേറ്റേഴ്സ് അടക്കമുള്ള ആളുകൾ, തിയേറ്ററിൽ സിനിമ കാണാത്ത ആളുകൾ ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ അവര്
OTT വന്നു കഴിഞ്ഞപ്പോൾ സിനിമ കണ്ടപ്പോൾ അവരടക്കം അന്ന് പറഞ്ഞ് തിരുത്തി പറയുന്നു, അത്ഭുതത്തോടെ കാണുന്നു. ഈ പറഞ്ഞ ചാകരയിച്ചെന്ന് പറഞ്ഞ പോലെ ആദായ വിൽപ്പന എന്ന് പറഞ്ഞ പോലെ സോണി ലീവ് എന്താ പറയാ ചാകര കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി അവസ്ഥയാണ്. എന്തായാലും മമ്മൂക്ക ദ ലെജൻഡ് എന്നാണ് പറയാനുള്ളത്. പുള്ളീനെ വേറൊന്നും പറയാനില്ല. അമ്മാതിരി പോക്കാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അത്രയും എക്സൈറ്റഡ് ആണ് പുള്ളി ഓരോ സംഭവം അടുത്ത് ചെയ്യുമ്പോൾ, ഓരോ അപ്ഡേറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് നിങ്ങളിപ്പോൾ OTT-ലാണോ കാണുന്നത്, അതോ മുമ്പേ തിയേറ്ററിൽ കണ്ടിരുന്നോ? കണ്ടപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഒറ്റ വാക്കി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എത്ര വാക്കായാലും കുഴപ്പമൊന്നുമില്ല, കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഷെയർ ചെയ്തങ്ങനെ തീർക്കുകയാണെങ്കിൽ